നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. സംസ്ഥാന ബജറ്റിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 16.5 കോടി രൂപ. കേരള കലാമണ്ഡലത്തിന്റെ കലാ അക്കാദമി പ്രവർത്തനങ്ങൾക്കായി 19.5 കോടി രൂപയും വകയിരുത്തിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. മണ്ഡലത്തിലെ ചേലക്കര ആയുർവേദ ആശുപത്രി വിപുലീകരണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1.5 കോടി രൂപയും, മുള്ളൂർക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 1 കോടി രൂപയും, ചേലക്കര പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 2 കോടി രൂപയും, കറുകുക്കടവ്, മെതുക്, പരക്കാട്, തൊഴുപ്പാടം റോഡ് BM&BC നിലവാരത്തിൽ പുനരുദ്ധരിക്കാൻ 3 കോടി രൂപയും, ചെറുതുരുത്തി കിള്ളിമംഗലം റോഡ് BM&BC പുനരുദ്ധാരണത്തിനായി 3 കോടിയും, ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പൊതു കളിസ്ഥലം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1 കോടി രൂപയും, ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണം 1ാം ഘട്ടത്തിനായി 2 കോടി രൂപയും, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നവോദയ റോഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾക്കായി 50 ലക്ഷം രൂപയും, മിനി സിവിൽ സ്റ്റേഷൻ പഴയന്നൂർ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടിയും, ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വില്ലിടത്തുപടി പുളിക്കളം റോഡ് നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പഴയന്നൂർ എളനാട് റോഡ് BM&BC നിലവാരത്തിൽ പുനരുദ്ധരിക്കാൻ 5 കോടി രൂപ, തോന്നൂർക്കര വട്ടുള്ളി റോഡ് നവീകരണത്തിനായി 9 കോടി രൂപ, ചേലക്കര വെങ്ങാനല്ലൂർ പൊട്ടൻചിറ പുതിയ പാലവും ചീർപ്പ് നിർമ്മാണത്തിനായി 2.5 കോടി രൂപ, പഴയന്നൂർ റിംഗ് റോഡ് നിർമ്മാണം തുടർ പ്രവർത്തനങ്ങൾക്കായി 2 കോടി, തിരുവില്ലാമല കൊണ്ടാഴി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്തുകടവ് പാലം നിർമ്മാണത്തിനായി 5 കോടി രൂപ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കൽ ചീർപ്പ് പുനരുദ്ധാരണത്തിന് 5 കോടി, പഴയന്നൂർ CHC കെട്ടിട നിർമ്മാണത്തിനായി 1.5 കോടി രൂപ, ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ടൂറിസം വികസന പദ്ധതികൾക്കായി 2 കോടി രൂപ എന്നിങ്ങനെ വിവിധ പ്രവൃത്തികൾ ബജറ്റിൽ ഇടം പിടിക്കുകയും ടോക്കൺ തുക നീക്കിവെക്കുകയും ചെയ്തു. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ചേലക്കര.